ഓക്കെ. സോ നമുക്കൊന്ന് കുറച്ചു ഡാറ്റ വിഷ്വലൈസേഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിഫറെന്റ് ലെവൽസ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് അഡ്വാൻസ് ചാർട്ട്സ് നമുക്ക് എങ്ങനെ എക്സൽ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വരെ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡൗട്ട്സ് ഒന്നുമില്ല, ക്ലിയർ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എനി ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആരുടെ? എനി ക്വസ്റ്റ്യൻസ്? ഓക്കെ, ആർക്കും ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ ഡേറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, നമുക്കൊരു സാമ്പിൾ ഡേറ്റ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനൊരു എന്താ ഫോർ എക്സാമ്പിൾ ഒരു പബ്ലിക്കേഷൻ ഡേറ്റ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ മന്ത്, year, and number of publication, number of readers. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു സാമ്പിൾ ഡേറ്റ ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ലെറ്റ് മീ ഇൻക്രീസ് സൈസ്. ഓക്കെ, കൂൾ. ഓക്കെ. ആൻഡ് നമുക്ക് വിഡ്ത്ത് കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. സോ മന്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ജാൻ, ഫെബ്. ഓക്കെ, ഈ രീതിയിൽ കൊടുക്കാം. 2025. ഓക്കെ. ആൻഡ് എനിക്ക് ഈ വാല്യൂസ് തന്നെ എന്ത് ചെയ്യാനുണ്ട്? ഫിൽ ചെയ്യാനുണ്ട്. ഏതുവരെ? ഡിസംബർ വരെ. സോ എനിക്കത് സെലക്ട് ചെയ്യാം, കൺട്രോൾ ഡി കൊടുക്കാം. ആൻഡ് 2025 ദെൻ ഓക്കെ. ആൻഡ് ഇവിടെ എനിക്ക് 2026 വേണം. ആൻഡ് ഇവിടെയും 2026 വേണം. ഓക്കെ. സോ നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് എനിക്ക് റാൻഡം ആയിട്ട് സം നമ്പേഴ്സ് വേണം. സോ ഞാൻ എന്ത് കൊടുക്കുന്നു? എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, റാൻഡ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ റാൻഡ് ബിറ്റ്വീൻ എന്ന് ഈക്വൽ ടു റാൻഡ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ രണ്ട് വാല്യൂസ് നമുക്ക് കൊടുക്കുന്ന ആ രണ്ട് വാല്യൂസിന് ഇടയ്ക്കുള്ള റാൻഡം വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബേസിക്കലി റാൻഡം നമ്പർ ജനറേഷൻ ആണ് അത്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്ന നമ്പേഴ്സിനിടയ്ക്ക് എന്ത് ചെയ്യാം? നമുക്ക് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എന്ന് പറയുന്നുണ്ട് ഒരു 150, 150, 260. ഓക്കെ, ഇതിനിടയ്ക്കുള്ള റാൻഡം നമ്പേഴ്സ് ആണ് എനിക്ക് പബ്ലിക്കേഷൻസ് വരാനായിട്ട് ഓരോ മന്തിലും. ഓക്കെ. സോ ലെറ്റ് മീ ഡബിൾ ക്ലിക്ക്. സോ ഈ ഒരു വാല്യൂസ് വന്നു. എനിക്ക് ഇനി ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് 260 വേണ്ട, ഒരു 460 വരെയുള്ള നമ്പേഴ്സിന് ഇടയ്ക്ക് എന്ത് വേണം? ഒരു നമ്പർ കിട്ടണമെന്ന് വയ്ക്കുകയാണ്. സോ എനിക്ക് ഈ ഒരു രീതിയിൽ നമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സം സാമ്പിൾ നമ്പേഴ്സ്. ഇനി നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഞാൻ അതും ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുകയാണ്, റാൻഡം ബിറ്റ്വീൻ. ആൻഡ് ഞാൻ എന്താണ് ജസ്റ്റ് ഒരു 600, ഒരു 3000 വരെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പിൾ ആയിട്ട് ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, റാൻഡ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഒരു പ്രോബ്ലം ഉണ്ട്.
അതായത് നമ്മൾ ഈ ഒരു വാല്യൂ ഇവിടെ ഉണ്ടായിരുന്ന വാല്യൂ എന്ന് പറയുന്നത് ടു ഓക്കെ ഇപ്പൊ ഇവിടെ 227 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഞാനിത് ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും, ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം ഡേറ്റയിൽ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ എന്റെ റാൻഡം വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഷഫിൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ ഈ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വേണ്ട വാല്യൂസ് ആണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് കോപ്പി ചെയ്യുക ആൻഡ് പേസ്റ്റ് as വാല്യൂസ് കൊടുക്കുക. ഓക്കെ, പേസ്റ്റ് as വാല്യൂസ് കൊടുക്കുക. ആ ഒരു ഫോർമുല നമ്മൾ അവിടെ കീപ്പ് ചെയ്യാതിരിക്കുക. ബിക്കോസ് റാൻഡം നമ്പേഴ്സ് ആവുമ്പോഴേക്കും എപ്പോഴും ഈ ഫോർമുല ബേസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുന്നതിനനുസരിച്ച് റാൻഡം നമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് വാല്യൂസ് മാത്രമായിട്ട് പേസ്റ്റ് ചെയ്യുക ഒരിക്കൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഓക്കെ വിത്ത് ദ നമ്പേഴ്സ്. ഓക്കെ, ഓക്കെ, സോ നൗ ഈ ഒരു ഡേറ്റ ഉണ്ട്. ഈ ഡേറ്റനെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇനി ഈ ഒരു ഡേറ്റനെ വെച്ചിട്ട് പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഏത് പ്ലോട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു ഡേറ്റയിൽ ആഡ് ചെയ്യാൻ പറ്റുക? ഏത് പ്ലോട്ട് ആയിരിക്കും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Am I audible? ഓ ഓക്കെ, എല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓഡിയബിൾ അല്ല. ഈ ഒരു ഡേറ്റയ്ക്ക് നമുക്ക് ഏത് ചാർട്ട് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ തോട്ട്സ് പറഞ്ഞാൽ മതി, ഇത് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല. സർ ഗ്രാഫ്, ബാർ ഗ്രാഫ്. ഓക്കെ, ബാർ പ്ലോട്ട് വരയ്ക്കാം. ബാർ പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, ബാർ പ്ലോട്ട് വരയ്ക്കാം. നമുക്ക് എന്തായിരിക്കും എക്സ് ആക്സസ്, എന്തായിരിക്കും വൈ ആക്സസ്? നമ്പർ ഓഫ് റീഡേഴ്സ് എക്സ് ആക്സിസ്, നമ്പർ ഓഫ് പബ്ലിക്കേഷൻ വൈ ആക്സിസ്. ഓക്കെ, അപ്പൊ പക്ഷെ നമുക്ക് എന്ത് ഇൻഫർമേഷൻസ് കിട്ടുക? ഇത് രണ്ടും ആണ് പറഞ്ഞത്. സോ ഞാനൊരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് ചാർട്ട് സെലക്ട് ചെയ്യാം. റെക്കമെൻഡഡ് ചാർട്ട്സ് ഉണ്ടാവും, റെക്കമെൻഡഡ് ചാർട്ട്സ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാൾ പറഞ്ഞ പോലെ ബാർ ഗ്രാഫ് ആണ് വേണ്ടത്, നമുക്കൊരു ബാർ ഗ്രാഫ് ഇവിടെ ആഡ് ചെയ്യാം. സോ അത് രണ്ടും എടുത്തപ്പോഴേക്കും എനിക്ക് എന്താ നമ്പർ ഓഫ് കൗണ്ട്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ എനിക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം, ഡേറ്റനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലേഔട്ട് വെച്ച് ഓക്കെ ഡേറ്റനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. സോ ഡേറ്റനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സെലക്ട് ഡേറ്റ കൊടുക്കാം. അത് എന്നിട്ട് നമുക്ക് ഡേറ്റനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡേറ്റ ടൈപ്പിൽ ഓപ്ഷൻസ് വരുന്നില്ല. ഓക്കെ, സോറി, ഇതിലൊരു ബാർ പ്ലോട്ട് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വേണമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാർ പ്ലോട്ട് വരയ്ക്കാൻ പറ്റൂ. സോ ഇയാൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കാനായിട്ട് പറ്റും.
എക്സ് ആക്സിസും വൈ ആക്സിലും കൊടുക്കുമ്പോഴേക്കും രണ്ടും കാറ്റഗറിക്കൽ വേരിയബിൾസ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കാൻ പറ്റും. ബിക്കോസ് രണ്ടും കാറ്റഗറിക്കൽ വേരിയബിൾസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ബാർ പ്ലോട്ട് അവിടെ വരയ്ക്കുമ്പോൾ ആ ഒരു വാല്യൂസ് നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ആയിരിക്കും എന്ത് ചെയ്യുക, ഒരു ബാർ പ്ലോട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിൽ എക്സ് ആക്സിസ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോ അപ്പൊ എന്ത് ചെയ്യും, ബാർ പ്ലോട്ട് അവിടെ ഈ ഒരു ഇയാൾ പറഞ്ഞ രണ്ട് വേരിയബിൾസ് എടുത്തിട്ട് ബാർ പ്ലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? Scattering. ഡയറക്ട്ലി ഞാൻ സ്കാറ്റർ പ്ലോട്ട് കാണിച്ചപ്പോ സ്കാറ്റർ പ്ലോട്ട് തന്നു. ഓക്കെ, ഈ ഒരു സ്കാറ്റർ പ്ലോട്ടിൽ നമുക്ക് വരുന്നത് നമ്പർ ഓഫ് പബ്ലിക്കേഷൻസും നമ്പർ ഓഫ് റീഡേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. സോ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോ അതും ഒരു ബെറ്റർ വിഷ്വലൈസേഷൻ അല്ല. അപ്പോഴോ Sir, അപ്പൊ മൊത്തം എടുക്കാൻ പറ്റുമല്ലോ, മന്തും ഇയറും നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് റീഡേഴ്സും. ഓക്കെ, മന്തും ഇയറും നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് റീഡേഴ്സും എടുക്കാം. അപ്പോ എന്ത് പ്ലോട്ട് ആയിരിക്കും വരയ്ക്കുക? അപ്പൊ ഗ്രാഫ് അല്ലേ? എന്ത് ഗ്രാഫാ? പ്ലോട്ടും ഗ്രാഫും ഒക്കെ സെയിം ബാർ പ്ലോട്ട് വരയ്ക്കാം. എന്തായിരിക്കും എക്സ് ആക്സിസ്, എന്തായിരിക്കും വൈ ആക്സിസ്? Sir, month and year y-axis, number of publications, readers, x-axis. അങ്ങനെയാണോ? എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മളൊരു സിംപ്ലി ഒരു പ്ലോട്ട് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താ? ഐ റിയലി അപ്രീഷിയേറ്റ് ആക്കില്ല. ലൈക്ക് ആക്കില്ല അത്യാവശ്യം റെസ്പോണ്ട് എങ്കിലും ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും സിംപ്ലി മ്യൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ആക്കില്ല റെസ്പോണ്ട് എങ്കിലും ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. ദാറ്റ്സ് ആക്ച്വലി എ ഗുഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, നിങ്ങളൊരു പ്രൊഫഷണൽ കരിയർ പാത്തിലേക്ക് പോവുകയാണെങ്കിലും വി ഹാവ് ടു ഡിസ്കസ് ആൻഡ് ഫൈനലൈസ്. ഓക്കെ, അപ്പോൾ ആ ഒരു നല്ല ആറ്റിറ്റ്യൂഡാണ് അതിലേക്ക് ഉള്ളത്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ്. ഓക്കെ, അപ്പോൾ അതിലെ പറ, എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ വരുമ്പോഴേക്കും എന്താ റിലേഷൻ? എങ്ങനെയായിരിക്കും നമ്മളൊരു പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ ഏതൊരു വിഷ്വലൈസേഷൻ ആയാലും എക്സ് ആക്സിസും വൈ ആക്സിസും ചൂസ് ചെയ്യുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ? സ്കെയിൽ വെച്ചല്ലേ ചെയ്യണ്ടേ? എന്ത് സ്കെയിൽ? ഒരു പർട്ടിക്കുലർ സ്കെയിൽ എടുത്തല്ലേ പ്ലോട്ട് ചെയ്യണ്ടേ ഗ്രാഫ്? സ്കെയിൽ എന്ന് ഉദ്ദേശിച്ചത് എക്സ് ആക്സിസ് ഒരു പോയിന്റ്, വൈ ആക്സിസ് ഒരു പോയിന്റ്, അവിടെ റിലേഷൻ അങ്ങനെ. അതൊക്കെ പക്ഷെ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മള് വാല്യൂസ് കൊടുക്കുമല്ലോ. എക്സ് ആക്സിസിൽ ഏത് വേരിയബിൾ, ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 4 വേരിയബിൾസ് ഉണ്ട്: മന്ത്, ഇയർ, പബ്ലിക്കേഷൻ, റീഡേഴ്സ്. ഇപ്പൊ ഈ 4 കാര്യത്തില് ഏത് എക്സ് ആക്സിസിലേക്ക് പോകണം, ഏത് വൈ ആക്സിസിലേക്ക് പോകണം? അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റൊരു ഡേറ്റ ഉണ്ട് നമുക്ക്. ഫോർ എക്സാമ്പിൾ എന്താ, ഇപ്പോ ഒരു എന്താ പറയാ, ഡേറ്റും അതുപോലെ തന്നെ ഗോൾഡിന്റെ പ്രൈസും. ഓക്കെ, ഈ ഒരു 2 വേരിയബിൾസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതിനെ എക്സ് ആക്സിസിലേക്ക് വിടും, ഏതിനെ വൈ ആക്സിസിലേക്ക് വിടും? ആ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എക്സൽ ഡാറ്റ അനാലിസിസിന് പഠിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഡാറ്റയെ എങ്ങനെ മാപ്പ് ചെയ്യണം എന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റും ഗോൾഡിന്റെ പ്രൈസും ഉണ്ട്. അപ്പൊ അതിൽ ഏതായിരിക്കും എക്സ് ആക്സിസിലും ഏതായിരിക്കും വൈ ആക്സിസിലും എടുക്കുക? മറ്റുള്ളവർക്ക് ആൻസർ ചെയ്യാട്ടോ, നോട്ട് ഓൺലി ടു അഖില. അഖില സംസാരിക്കുന്നുണ്ടെങ്കിൽ മ്യൂട്ടഡ് ആണ്. സാർ, ഞാൻ ആലോചിക്കുക. ഓക്കെ ഓക്കെ, അഖില ആലോചിച്ച് തീരുന്നവരെ വേറെ ആർക്കെങ്കിലും പറയാമോ? എന്റെ സ്ക്രീൻ, യെസ്, ദേവിക. ദേവികല്ലേ? ആരോ ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പോയി. സാർ, നമ്മൾ എന്തുവാ റീഡേഴ്സും പബ്ലിക്കേഷൻസും അഖിലയാ, ഈ റീഡേഴ്സും പബ്ലിക്കേഷൻസും ഒന്നിച്ച് എക്സ് ആക്സിസില്
മന്തും ഇയറും വൈ ആക്സിസിൽ ഒന്നിച്ച്. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ എടുക്കുക? ഓക്കെ, ഈ ഡേറ്റ പോട്ടെ, ഞങ്ങൾ ഒരു ഡേറ്റ തരാം, സിമ്പിൾ ഡേറ്റ, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഡേറ്റ്, ഗോൾഡ് പ്രൈസ്. ഓക്കെ, സോ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈക്വൽ ടു ടുഡേ എടുത്തു. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഒരു ഡേറ്റ് കിട്ടി. ഞാൻ അത് എക്സ്പാൻഡ് ചെയ്ത് പോകും. ഓക്കെ, ഞാനത് കോപ്പി ചെയ്യുന്നു, വാല്യൂ ആയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്യും. എനിക്ക് കുറച്ച് ഡേറ്റ്സ് ഉണ്ട്. ഞാൻ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഞാൻ കൊടുക്കുവാണ്. സോ ദിസ് ഇസ് മൈ ഗോൾഡ് പ്രൈസ്. ഓക്കെ, അല്ലെങ്കിൽ ഈക്വൽ ടു ബിറ്റ്വീൻ 16 ഓക്കെ, ചുമ്മാ ഒരു വാല്യൂസ് കൊടുത്തു. ഓക്കെ, എത്രയും വാല്യൂസ് ഉണ്ട്. അപ്പോ ഇതിനെ എനിക്ക് പ്ലോട്ട് ചെയ്യണം. ഈ ഒരു ഡാറ്റ എനിക്ക് പ്ലോട്ട് ചെയ്യണം. എനിക്കത് ബാർ പ്ലോട്ട് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, സപ്പോസ് ഞാനത് ബാർ പ്ലോട്ട് ഉപയോഗിച്ച് വരച്ചു എങ്കിൽ ഇതിൽ ഏതായിരിക്കും എക്സ് ആക്സിസ്, ഏതായിരിക്കും വൈ ആക്സിസ്? ഗോൾഡ് പ്രൈസ് എക്സ് ആക്സിസ്, ഡേറ്റ് വൈ ആക്സിസ്. എന്തുകൊണ്ടാ? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഗ്രാഫ് എടുക്കുമ്പോ അതിന് ലിമിറ്റേഷൻ ഒന്നും ഇല്ലല്ലോ. അതായത് നമുക്ക് എന്തോ വേണമെങ്കിലും എടുക്കാമല്ലോ, എക്സിലും വൈയിലും. നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും ഗ്രാഫിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, സോ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസ് എപ്പോഴും ഒരു ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് ആക്സിസ് എപ്പോഴും ഇൻഡിപെൻഡന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, എക്സ് ആക്സിസ് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് ഇവിടെ ഈ ഒരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ വൈ ആക്സിസ് ഡിപ്പെൻഡന്റ് ആയിരിക്കും കേട്ടോ. എക്സ് ആക്സിസ് ഇൻഡിപെൻഡന്റ്, വൈ ആക്സിസ് ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഈ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത് അനുസരിച്ചാണോ ഗോൾഡ് പ്രൈസ് മാറുന്നത്? ഗോൾഡ് പ്രൈസ് മാറുന്നതനുസരിച്ചാണോ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നത്? ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് ഗോൾഡ് പ്രൈസ് മാറുന്നത്. അല്ലെ? അപ്പൊ ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണ് ഗോൾഡ് പ്രൈസ് മാറുന്നത്. അപ്പോ ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുള്ളത്? ഗോൾഡ് പ്രൈസ് ഉള്ളത്. അല്ലെ? ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഗോൾഡ് പ്രൈസ് ഉള്ളത്. അപ്പോ എപ്പോഴും എക്സ് ആക്സിസിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും. ഡേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. ഡേറ്റ് ഇപ്പൊ ഗോൾഡ് പ്രൈസ് ഒരു ദിവസം ചേഞ്ച് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഡേറ്റ് ചേഞ്ച് ചെയ്യാതിരിക്കില്ല. ഓക്കെ, ഡേറ്റ് എപ്പോഴും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഡേറ്റ് ചേഞ്ച് ആവും. ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്നത് ഡേറ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഓരോ ഡേറ്റിലുമാണ് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഇപ്പോ ബാർ പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഡേറ്റ് എക്സ് ആക്സിസും ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്നത് വൈ ആക്സിസും ആയിരിക്കും. ഓക്കെ, ബിക്കോസ് എപ്പോഴും എക്സ് ആക്സിസിൽ എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും എന്താണെന്ന് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡൻസ് ആണ് അല്ലെ? മാത്സ് ഓർ സ്റ്റാറ്റ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണെന്ന് അറിയായിരിക്കും. ഇല്ലെങ്കിൽ കൺസെപ്റ്റ് ഇതാണ്: എന്താണ് ഫ്രീ ആയിട്ട് ചേഞ്ച് ആവുന്നത് അത് ഇൻഡിപെൻഡന്റും, എന്ത് വാല്യൂ ആണോ മറ്റേ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ച് ആവുന്നത് അത് എന്തായിരിക്കും? ഡിപ്പെൻഡന്റ് വേരിയബിളും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് ചേഞ്ച് ആവുന്ന വേരിയബിൾ എന്ന് പറയുന്നത്, അല്ല വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എക്സ് ആക്സിസിലും, മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? വൈ ആക്സിസിലും ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ ഒരു പ്ലോട്ട് വരയ്ക്കാം. പക്ഷെ ഐഡിയലി ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വരുന്നത് ബോക്സ് പ്ലോട്ട് അല്ല, നമ്മൾ ജസ്റ്റ് ബാർ പ്ലോട്ട് അല്ല, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സിംപ്ലി എന്താണ്? ഒരു ലൈൻ പ്ലോട്ട് ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ഷോയിങ് എ ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിന്റെ ചേഞ്ച് കാണിക്കുന്നതുകൊണ്ട് നമ്മൾ ലൈൻ പ്ലോട്ട് ആയിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അത് ഓരോ ദിവസത്തെയും പ്രൈസിന്റെ ചേഞ്ച് കാണിക്കും. നമുക്ക് അതുപോലെ ആൾട്ടർ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, അതവിടെ നിൽക്കട്ടെ. ഗോൾഡ് പ്രൈസിന്റെ കേസ് അവിടെ നിൽക്കട്ടെ. നമ്മൾ ആ ഒരു പ്ലോട്ട് അവിടെ വരച്ചു. ഓക്കെ, ഓർ ലെറ്റ് ഇറ്റ് ബി ആൻഡ് വേണ്ട. ഓക്കെ,
and change colors. Let's put some colors. Okay, ഇങ്ങനൊരു പ്ലോട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോ ഇനി നമ്മൾ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏതായിരിക്കും എക്സ് ആക്സിസിലും ഏതായിരിക്കും വൈ ആക്സിസിലും വരിക? മന്ത് ഇയർ എക്സ് ആക്സിസ്. മന്ത് ഇയർ എക്സ് ആക്സിസ്. നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് ആൻഡ് നമ്പർ ഓഫ് റീഡേഴ്സ് വൈ ആക്സിസ്. അപ്പോ വൈ ആക്സിസിൽ 2 വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് എന്ത് പ്ലോട്ട് ആയിരിക്കും? സിംപ്ലി ഒരു ബാർ പ്ലോട്ട് ആയിരിക്കോ? അല്ല. അതിന് എന്തായിരിക്കും? മൾട്ടിപ്പിൾ അല്ലേ? മൾട്ടിപ്പിൾ ബാർ പ്ലോട്ട് ആയിരിക്കും. ഓക്കെ, ഗുഡ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡേറ്റയ്ക്ക് ഒരു മൾട്ടിപ്പിൾ ബാർ പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ റെക്കമെൻഡഡ് ഇൻസേർട്ടിൽ പോയിട്ട് റെക്കമെൻഡഡ് ചാർട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു മൾട്ടിപ്പിൾ ബാർ ഡിഫറെന്റ് ഓപ്ഷൻസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലി ഒരു പ്ലോട്ട് ചൂസ് ചെയ്യുന്നു. ക്ലസ്റ്റേർഡ് കോളംസ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു മൾട്ടിപ്പിൾ കോളം പ്ലോട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്, 3 വേരിയബിൾ ആയിട്ട് വന്നു. ഓക്കെ, 3 കാര്യങ്ങൾ വന്നു. എന്തൊക്കെ? ഇയർ, നമ്പർ ഓഫ് പബ്ലിക്കേഷൻ, നമ്പർ ഓഫ് റീഡേഴ്സ്. അപ്പൊ നമുക്ക് ഈ ഒരു കേസിലല്ല വേണ്ട, നമുക്ക് എന്ത് മതി? 2 വാല്യൂസ് മതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണ്ട? ഇയർ എന്ന് പറയുന്ന വാല്യൂ വേണ്ട. അപ്പൊ ഇയറിനെ നമുക്ക് എവിടെയാ വേണ്ടേ? വൈ ആക്സിസ്. വൈ ആക്സിസ് ആണോ? അല്ല, എക്സ് എക്സ്. എക്സ് ആക്സിസ്. അപ്പൊ നമുക്ക് എങ്ങനെ എക്സ് ആക്സിസിൽ ഇയറിനെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും? ഇയറിനെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 കോളംസ് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. അപ്പോഴേക്കും എന്ത് കിട്ടും? നമുക്ക് ഇതുപോലെ ഇയറും മന്തും ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ആക്സിസിനെ കാണിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഞാൻ ഡേറ്റ ചൂസ് ചെയ്ത സമയത്ത് ഫുള്ള് ചൂസ് ചെയ്തില്ലേ? ഫിഫ്റ്റീൻ വരെ ചേഞ്ച് സെലക്ട് ചെയ്തു. ഇവിടെ 15 വരെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ എന്താ പറ്റിയ വെച്ചാൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത സമയത്ത് ഇത് ഞാൻ ഫസ്റ്റ് മുതൽ ചൂസ് ചെയ്തു. നമുക്ക് ഫസ്റ്റ് മുതൽ വേണ്ട, എന്ത് മുതൽ മതി? സെക്കൻഡ് തൊട്ട് മതി. ഫസ്റ്റ് ലേബൽ അല്ലേ, അപ്പൊ അത് വേണ്ട, സെക്കൻഡ് മുതൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ ഡേറ്റ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ പ്ലോട്ട് വരയ്ക്കാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്പർ ഓഫ് പബ്ലിക്കേഷൻസും സെക്കൻഡ് വന്നിരിക്കുന്നത് നമ്പർ ഓഫ് റീഡേഴ്സും. ഈ ഒരു റെപ്രസെന്റേഷൻ സെക്കൻഡ് സൈഡിലാണ് ഹയസ്റ്റ് വാല്യൂസ് വരുന്നത്. ആ റെപ്രസെന്റേഷൻ റെഡി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പോയിട്ട് ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഓർഡർ സ്വിച്ച് ആവുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ചാർട്ടിനെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചാർട്ട് എലമെന്റ്സ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ആക്സസ് ടൈറ്റിൽസ് ഓൾറെഡി ആക്സസ് ഓൾറെഡി ഉണ്ട്. ആക്സസ് ടൈറ്റിൽസ് നമുക്ക് കൊടുത്തിട്ടില്ല. നമുക്ക് ഓൾറെഡി ആക്സസ് ടൈറ്റിൽ എനേബിൾ ചെയ്യാം. സോ 2 ആക്സസ് ടൈറ്റിൽ വന്നിട്ടുണ്ട്. ദെൻ ചാർട്ട് ടൈറ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഡേറ്റ ലേബിൾസ് നമുക്ക് എന്ത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ കൊടുത്തു. പക്ഷെ ഇതെന്തല്ല, അത്രയും ഒരു നീറ്റ് വിഷ്വലൈസേഷൻ അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇൻസൈഡ് എൻഡിൽ കൊടുത്തു നോക്കാം. സ്റ്റിൽ നമുക്ക് എന്തല്ല, ഒരു നോട്ട് ബെറ്റർ വാല്യൂ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസിനെ ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫോർമാറ്റ് പെയിൻ നമുക്ക് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് എന്താ ടെക്സ്റ്റിനെയാണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടത്. സോ ടെക്സ്റ്റിന് എന്ത് ചെയ്യാം? നമുക്കൊരു 45 ഡിഗ്രി ആംഗിളിൽ കൊടുക്കാം. അപ്പൊ -45 ഡിഗ്രി ആംഗിൾ കൊടുക്കുമ്പോഴേക്കും ഈ ഒരു രീതിയിൽ, അപ്പൊ നമുക്ക് 45 മതി. ഓക്കെ, 45 ഡിഗ്രി ആംഗിൾ കൊടുത്തപ്പോൾ ഈ ഒരു രീതിയിൽ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ പൊസിഷൻ എന്ത് ചെയ്യാം? ടോപ്പിലേക്ക് കൊടുക്കും. ഓക്കെ, അതിന്റെ പൊസിഷൻ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാം? ചാർട്ട് ഡിസൈനിൽ തന്നെ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം.
ഡാറ്റ ലേബൽസ് എന്തായിരിക്കും ഔട്ട്സൈഡ് എൻ്റെ ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ എന്തായി 45 ഡിഗ്രിയിൽ ഈ വാല്യൂസ് നമുക്ക് എന്തായിട്ടുണ്ട്, ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ലേബൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്സൈഡ് എൻഡിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റിൽ പോയിട്ട് ഫോർമാറ്റ് പെയിനിൽ നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ടെക്സ്റ്റ് 45 ഡിഗ്രി കൊടുക്കാം. ഓക്കെ, 45. അപ്പൊ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ആയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ബെറ്റർ. ഓക്കെ, ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വിഷ്വലൈസേഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആണെങ്കിൽ സൈസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാൻ സൈസ് ജസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് സോ ഈ ലെവൽസിന്റെ സൈസ് എന്ത് ചെയ്യാം, നമുക്ക് കുറയ്ക്കാം. ഓക്കെ, സോ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് പൊസിഷനൊക്കെ എന്ത് ചെയ്യാം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, കാര്യങ്ങളെല്ലാം നമുക്ക് മാനുവൽ ആയിട്ട് ചെയ്യാം. ആൻഡ് ചാർട്ട് ടൈറ്റിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഓക്കെ, ഈ ഒരു രീതിയിൽ കൊടുക്കാം. നമുക്കിപ്പോ ഒരു ലൈനിലല്ല വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിനെ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏരിയൽ അല്ലെങ്കിൽ ടൈംസ് ന്യൂ പോലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ട് യൂസ് ചെയ്യാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ആക്സസ് ടൈറ്റിൽസ് വന്നു. എവിടെ, ഓക്കെ, റീഡേഴ്സ് കൊടുത്തു. ആൻഡ് അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈസ് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെയും സൈസ് കുറയ്ക്കാം. ഓക്കെ, ആൻഡ് എവിടെ, ഓക്കെ, കൂൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ചാർട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ചാർട്ടിന് എന്തായിരിക്കും ഉള്ള പോരായ്മ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവോ ഈ ചാർട്ടിന്? എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ കാണുന്നുണ്ടോ? എനി പ്രോബ്ലം, നിങ്ങളുടെ ഒരു തോട്ടില് ഈ ഒരു ചാർട്ടിന് എന്തെങ്കിലും പോരായ്മകൾ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സർ ഇത് കൺജസ്റ്റഡ് ആണോ? കൺജസ്റ്റഡ് ആണോ? കൺജസ്റ്റഡ് ഒന്നും, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ? കൺജസ്റ്റഡ് ആണോ? വേറെ എന്തെങ്കിലും, വേറെ ആരും എന്താണെന്നും മിണ്ടാത്തത്? നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം.
ദേവിക ദേവികയല്ലേ നേരത്തെ അൺമ്യൂട്ട് ചെയ്ത് എന്തോ പറയണമെന്ന്. അപ്പൊ ദേവിക പറഞ്ഞു. ദേവിക എന്തോ തോന്നുന്നു? ഞാൻ എന്റെ സ്ക്രീനിൽ കാണുന്ന പേര് വിളിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എല്ലാരും വളരെ സൈലന്റ് ആണല്ലോ. ദേവിക ക്വൈറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ. മരിയ തോമസ് കേട്ടില്ല. ഓക്കെ, കുഴപ്പമൊന്നും തോന്നിയില്ല. ഓക്കെ, പിന്നെ ആരുണ്ട്? അസ്ന. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? കുഴപ്പം തോന്നിയ ആൾക്കാര് പറയാവോ? നമ്മളെപ്പോഴും ഈ ഒരു ബാർ പ്ലോട്ട് ഇതുപോലെ ആണോ? കേട്ടില്ല. അഖില പറഞ്ഞോ. സർ സ്കെയിൽ സെയിം ആണോ? സ്കെയില് സെയിം അല്ല. അതെ, നമ്മൾ ഇവിടെ ബാർ പ്ലോട്ട്സ് എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ബാർ പ്ലോട്ടിൽ മൾട്ടിപ്പിൾ ബാർ പ്ലോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് കാര്യങ്ങളും എന്തായിരിക്കണം? സെയിം കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ സെയിം ഫാക്ടേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരേ യൂണിറ്റിൽ മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഐറ്റംസ് ആയിരിക്കണം എന്ത് വേണ്ടത് ഇവിടെ വരേണ്ടത്. സോ ഇവിടെ നമ്മൾ കാണിക്കുന്നത് പബ്ലിക്കേഷൻസും അതുപോലെ തന്നെ റീഡിങ് നമ്പർ ഓഫ് റീഡേഴ്സും. പേപ്പേഴ്സ് നമ്മൾ കുറച്ച് മാത്രമേ ഓരോ ആൾക്കാർ പബ്ലിഷ് ചെയ്യത്തുള്ളൂ, ഓരോ പബ്ലിഷേഴ്സും പബ്ലിഷ് ചെയ്യത്തുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ പേപ്പേഴ്സ് വായിക്കുന്ന റീഡേഴ്സ് വളരെ അധികം ഉണ്ടാവും. ഓക്കെ. സോ അപ്പൊ നമുക്ക് ഈ ഒരു കമ്പാരിസൺ എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു റിലവന്റ് ആയിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ രണ്ടിനും മൾട്ടിപ്പിൾ ബാർ പ്ലോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? നമുക്ക് ഇപ്പോഴത്തെ ചാർട്ട് പ്ലോട്ടുകളിലാണെങ്കിൽ മാനേജ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചാർട്സിൽ സോറി ഇൻസേർട്ടിൽ നമ്മൾ ഈ ചാർട്സിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചാർട്ടിന്റെ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. എവിടെയും ചാർട്ട് ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് കസ്റ്റം ടെംപ്ലേറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ ഇവിടെ കോളംസിൽ ഈ ചാർട്ടുകൾ നമുക്ക് ആപ്റ്റ് അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കസ്റ്റം ആയിട്ട് ഒരു ചാർട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഓക്കെ. അപ്പൊ കസ്റ്റം ചാർട്ട് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഞാൻ തൽക്കാലം ഈ ഒരു പ്ലോട്ട് അവിടെ തന്നെ കീപ്പ് ചെയ്യുന്നു. നമുക്ക് ഒന്നുകൂടെ ഈ ഡാറ്റ ചൂസ് ചെയ്യാം. ഇൻസേർട്ടിൽ പോയി കഴിഞ്ഞാൽ റെക്കമെൻഡഡ് ചാർട്ട്സ്. ഓക്കെ, അതിന്റെ താഴെ ഓൾ ചാർട്ട്സ് ഇല്ല. ഓൾ ചാർട്ട്സ് വിൻഡോസിൽ സ്റ്റിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. സർ ഇങ്ങനെ നമുക്ക് ഫോണിനകത്ത് ചെയ്യാൻ പറ്റുമോ? ഏതാ? ഇങ്ങനെ നമുക്ക് എക്സലിന്റെ ഈ വർക്ക് തന്നെ ഫോണിന്റെ എക്സലിനകത്ത് ചെയ്യാൻ പറ്റുമോ? ഫോണിന്റെ എക്സലിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്.
ഫോണ്ട് എക്സലില് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് എന്താ വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം അതൊരു പ്രോപ്പർ പ്ലോട്ടിങ് മീൻസ് പ്രോപ്പർ എക്സലിനല്ല, നമുക്ക് സിമ്പിൾ യൂസേജസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് വൺ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫയൽ പ്രോപ്പർട്ടി. ഓക്കെ, more borders, charts. Chart, I think. ഓക്കെ, ഇത് എനേബിൾ അല്ല. നമുക്ക് വിൻഡോസിലാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരു കസ്റ്റം പ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്താ പറയാ, ലൈക്ക് സോറി, കസ്റ്റം പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കോംബോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ എനിക്ക് മാക്കിൽ അത് കാണുന്നില്ല. ഓക്കെ, ഇവിടെ കോംബോ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. മേ ബി ഇവിടെ കോംബോ ഓക്കെ, ഇവിടെ കോംബോ ഉണ്ട് കേട്ടോ. സോറി, ഞാൻ ശ്രദ്ധിക്കാത്തതായിരിക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു പ്ലോട്ട് ക്രിയേറ്റ് സെലക്ട് ചെയ്ത ഡേറ്റ സെലക്ട് ചെയ്യുക, ഇവിടെ കോംബോയിൽ പോവുക, ആൻഡ് നമുക്ക് ഏതെങ്കിലും ഒരു കോംബോ സെലക്ട് ചെയ്യാം. ആൻഡ് ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എലമെന്റ്സ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് സെലക്ട് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നമുക്ക് ലെജൻസിൽ എന്ത് വേണ്ട, ഇയർ വേണ്ട. സോ ഇയർ ഞാൻ സബ്സ്ട്രാക്ട് ചെയ്തു, ഇയർ പോയി. ആൻഡ് വൈ ആക്സിസ് വാല്യൂസ് നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സോ വൈ ആക്സിസിൽ എനിക്ക് വേണ്ട വാല്യൂസ് ഈ ഒരു വാല്യൂ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈ വൈ ആക്സിസ്.
ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസിൽ നമുക്ക് വേണ്ടത് മന്ത് ആൻഡ് ഇയർ ആണ്. സോ നമ്മൾ അത് രണ്ടും ചൂസ് ചെയ്തു. ആൻഡ് ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എടുത്തു. അപ്പോ എനിക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, എക്സ് ആക്സിസിൽ നമുക്ക് ഇയറും മന്തും കിട്ടിയിട്ടുണ്ട്, വൈ ആക്സിസിൽ കൗണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രം പോരാ, എനിക്ക് എന്ത് വേണം, എനിക്ക് വന്നിട്ട് എന്തോ ഓക്കെ, എനിക്ക് ഇതിൽ വന്നിട്ട് എന്ത് വേണം, എനിക്കൊരു എക്സ് ആക്സിസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സ് ആക്സിസ് മാത്രം പോരാ, എനിക്ക് എന്ത് വേണം, ഒരു വൈ ആക്സിസ് കൂടെ എന്ത് വേണം, എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു എക്സ് ആക്സിസ് മാത്രമല്ല, എനിക്കൊരു വൈ ആക്സിസ് കൂടെ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇവിടെ നമുക്ക് വൈ ആക്സിസിൽ എന്ത് മാത്രമേ ഉള്ളൂ, നമുക്കൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വൈ ആക്സിസ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ രണ്ടും കമ്പൈൻഡ് ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ഓൺ സെക്കൻഡറി ആക്സിസ് എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോ നമുക്ക് ഈ ഒരു രീതിയിൽ പ്ലോട്ട് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ഡാറ്റ കൊടുത്തിട്ട് നമുക്ക് ഡാറ്റനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ഡാറ്റ ഇസ് ഫൈൻ. സോ ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് ഫസ്റ്റ് ഇതിൽ ഫസ്റ്റ് വൈ ആക്സിസിൽ നമുക്ക് നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് ഉണ്ട്. സോ നമ്പർ ഓഫ് പബ്ലിക്കേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓറഞ്ച് കളേഴ്സ് കൊണ്ടിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എന്താ നമ്പർ ഓഫ് റീഡേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലൈന് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എന്താ രണ്ട് വൈ ആക്സിസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ രണ്ട് വൈ ആക്സിസിൽ നമുക്ക് എന്തുണ്ട്, ഈ രണ്ട് വൈ ആക്സിസ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ രണ്ട് വൈ ആക്സും ഒരേ രീതിയിൽ സ്കെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള പ്ലോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സിസ് ടൈറ്റിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രൈമറി ഹൊറിസോണ്ടൽ ആക്സിസ് കൊടുത്തു, ദെൻ പ്രൈമറി വേർട്ടിക്കൽ കൊടുത്തു, ആൻഡ് സെക്കൻഡറി വെർട്ടിക്കലൂടെ കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്തുണ്ട്, ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. രണ്ട് ആക്സസ് വന്നു, ഡാറ്റ ലേബൽസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഔട്ട് സൈഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു സ്കാറ്റേർഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ലേബൽസ് ഒഴിവാക്കാം. ഡാറ്റ കോൾ ഔട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ അതും എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ഡാറ്റനെ മറച്ചു നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അതും ഇഗ്നോർ ചെയ്യാം. സെൻട്രോ ഇൻസൈഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡാറ്റനെ പ്രോപ്പറായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഡാറ്റ ലേബൽസ് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. സ്വപ്നം. ഇനി നമുക്ക് അതിന് പകരം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡാറ്റ ടേബിൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതെന്ത് ചെയ്യാം, ലെജൻസിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷെ ഈ ഒരു രീതിയിലായി പോവും, നമ്മുടെ ചാർട്ട് വളരെ ചെറുതായി പോവും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ടേബിള് നമുക്ക് നോ ലെജൻഡ് കീസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡാറ്റ വന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ടിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പ്ലോട്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ട് ടൈറ്റിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അതുപോലെ തന്നെ കോപ്പി ചെയ്യാം. അപ്പോൾ ആക്സസ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത്, ഫസ്റ്റ് വരുന്നത് നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് എന്ന് കൊടുക്കാം. ഓക്കെ, നൗ ഇവിടെ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് മന്ത് എന്ന് കൊടുക്കാം. ഓക്കെ, ആൻഡ് നമ്മളത് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. 7 സൈസ് കൊടുത്തു. ഓക്കെ, സോ നമുക്ക് എന്തായിട്ടുണ്ട്, പ്ലോട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ആൻഡ് നമുക്ക് ഔട്ട്ലൈൻ ആണെങ്കിൽ കൊടുക്കാം. ആൻഡ് പ്ലോട്ടിന്റെ കളേഴ്സ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഷേപ്പ് ഫിൽസ് നമുക്ക് കുറച്ചൊരു ബ്ലൂയിഷ് കൊടുക്കാം. ആൻഡ്
this one we can put red values. ഓ സോറി, ഇത് ഷേപ്പ് ഔട്ട്ലൈൻ ആണ് നമുക്ക് മാറ്റേണ്ടത്. ഷേപ്പ് ഔട്ട്ലൈൻ നമുക്ക് റെഡ് കൊടുക്കും. ഓക്കെ, ബിക്കോസ് അത് ലൈൻ മാത്രമാണ്. സോ നമ്മൾ റെഡ് കൊടുത്തു. സോ ആ ഒരു രീതിയിൽ വന്നു. ആൻഡ് നമുക്ക് ഈ ഒരു ഗ്രിഡ് ലൈൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ആ പ്ലോട്ട്സ് ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്, ഒരു ബേസിക് ഒരു പ്ലോട്ട് നമുക്ക് കുറച്ച് രസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്ലോട്ട് അതുപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്ലോട്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വാൻസ് പ്ലോട്ടിങ് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരും. ഓക്കെ, ആൻഡ് ഓക്കെ, ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോ ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ചുകൂടി നീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ഒരു പ്ലോട്ടായിട്ട് നമുക്ക് രണ്ട് വൈ ആക്സസ് കീപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി വൈ ആക്സസ് കൂടെ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒരു ബെറ്റർ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലോട്ടായിട്ട് മാറും. നൗ ഇനി പുതിയ എക്സലിന് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടെ ഉള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യാം. ആൻഡ് ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ മാനേജ് ടെംപ്ലേറ്റ്സ് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ലൈക്ക് മാനേജ് ടെംപ്ലേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇത് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റ്സ് കീപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്താ ഇവൻ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള നൈസ് ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കീപ്പ് ചെയ്യാം, എന്നിട്ട് സ്റ്റോർ ചെയ്ത് അത് തന്നെ യൂസ് ചെയ്യാം. സോ അത് നമുക്ക് നെക്സ്റ്റ് അല്ല, കുറച്ച് കൂടെ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് പ്ലോട്ടുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എങ്ങനെ ഇതുപോലുള്ള പ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാമെന്ന്? ഇതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലോട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലോട്ടുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഒരു ചാർട്ട് ടൈപ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാം. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്ലോട്ട്സ് ആണെങ്കിൽ അങ്ങനെ കീപ്പ് ചെയ്യാം. സോ ഓക്കെ, നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് അതുപോലെ തന്നെ അതിന്റെ ഒരു ഡെൻസിറ്റി കർവും ഈ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള പ്ലോട്ടുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. വാട്ടർഫോൾ പ്ലോട്ടുകൾ, അങ്ങനെ ഡിഫറെന്റ് പ്ലോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇത് വാട്ടർഫോളിന് പറ്റിയ ഒരു ഡേറ്റ അല്ല. സോ സ്റ്റിൽ ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ എനി ക്വസ്റ്റ്യൻസ് സോ ഫാർ?